പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കസ്റ്റമേഴ്സ് ലേറ്റ്ലി, അതായത് ഈ കഴിഞ്ഞ 1-2 വർഷം മുതൽ ഇപ്പോക്സിയുടെ യൂസ് ഭയങ്കര അധികം കൂടാൻ തുടങ്ങിയിട്ടും ഏകദേശം 99% വർക്കുകളിലും ഇപ്പോക്സി ഗ്രൗട്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം മുതലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി അത് വേണം നമ്മൾ ആദ്യം അറിയാം. ഈ കഴിഞ്ഞ 1-2 വർഷത്തിൻ്റെ ഇടെ ഇപ്പോക്സി ഗ്രൗട്ട്സിന്റെ ആവശ്യം ജനങ്ങളും കോൺട്രാക്ടേഴ്സും എല്ലാവരും അത് മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ അതൊരു ചോയ്സ് അല്ല, അത് കമ്പൽസറി പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇതിനകത്ത് നിൽക്കുന്ന വർക്കേഴ്സിന് ഡെവലപ്പ് ആവാനുള്ള സമയം കിട്ടിയില്ല. അതായത് പണ്ട് മാർക്കറ്റിലെ 50% മാത്രം എപ്പോക്സി ചെയ്യുമ്പം ആ 50% വർക്ക് ചെയ്യാൻ സ്കിൽഡ് വർക്കേഴ്സ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ 50% 99% ആയപ്പോഴത്തേക്ക് അതിനനുസരിച്ച് സ്കിൽഡ് വർക്കേഴ്സ് നമുക്ക് മാർക്കറ്റിൽ ഡെവലപ്പ് ആയില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ ആദ്യത്തെ പ്രശ്നം. ഇതിനകത്ത് നമ്മൾ ആസ് എ കസ്റ്റമർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഗ്രൗട്ടിംഗ് വർക്ക് ചെയ്യാൻ വരുന്ന ടെക്നീഷ്യന്റെ അടുത്ത് അവർ മുമ്പ് ചെയ്ത് ഏതെങ്കിലും 2 സൈറ്റ് മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കോൺട്രാക്ടർ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ കോൺട്രാക്ടറിന്റെ അടുത്ത് ചോദിച്ച് ഉറപ്പുവരുത്തണം ഇവർ സ്കിൽഡ് ലേബേഴ്സ് തന്നെ ആണോ എന്ന്. അങ്ങനെ അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോക്സി ഹേസ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എക്സ്ക്ലൂസീവ്ലി അത് കവർ ചെയ്തു. പക്ഷേ ആ ഒരു കവറേജ് പോരാ, കാരണം ഈ പ്രോബ്ലം അത്രയ്ക്കും അക്യൂട്ടാണ്. പുതിയ പണിക്കാർ, അതായത് ഇതിന് വലിയ സ്കിൽ ഇല്ലാതെ അല്ലെങ്കിൽ 1-2 സൈറ്റിൽ ആരുടെങ്കിലും അസിസ്റ്റന്റ് ആയിട്ട് നിന്നവർ പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും വലിയ റെമ്യൂണറേഷൻ, ഒരു 10 മുതൽ 12 രൂപ പെർ സ്ക്വയർ ഫീറ്റ് റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരു വർക്കാണ്. കണ്ടാൽ വളരെ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ ഈ വർക്ക് വളരെ ഡിഫിക്കൽട്ടാണ്. വളരെ ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഒരുപാട് സ്ക്വാട്ട് ചെയ്യേണ്ടി വരുന്നു. നമുക്കറിയാം എന്തെങ്കിലും ഒരു സാധനം ഒരു സോഫയുടെ താഴെന്നോ അല്ലെങ്കിൽ കട്ടിലിന്റെ താഴെന്നോ നമുക്ക് എടുക്കണമെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ, ചെറുപ്രായത്തിൽ നമ്മൾ അത് പെട്ടെന്ന് അങ്ങ് ചെയ്യും. പക്ഷെ ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 പ്രാവശ്യം ആലോചിക്കും നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങണോ. സ്ക്വാട്ടിംഗ് പൊസിഷൻ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇതാണ് ഒരു സ്ക്വാട്ടിംഗ് പൊസിഷൻ. ഏതെങ്കിലും ഒരു ജോലി ഒരു പ്രായം കഴിഞ്ഞ് സ്ക്വാട്ടിംഗ് പൊസിഷനിലേക്ക് വന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി 27 ഇയേഴ്സ് കഴിയുമ്പോഴേ അത് ബുദ്ധിമുട്ടായി തുടങ്ങും. അപ്പം ഇത്രയും വലിയ ഒരു ഫ്ലോർ, ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ക്വാട്ടിംഗ് പൊസിഷനിലിരുന്ന് ഇതിനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആ പണിക്കാരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറും. ഇവിടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സ്കിൽഡ് ലേബർ ആണെങ്കിൽ അവർ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരും. ദാറ്റ് ഈസ് സ്കിൽഡ് കോൺട്രാക്ടർ ആണെങ്കിൽ ഇപ്പോക്സി ചെയ്യാൻ എപ്പോഴും കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരും. കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നതിന്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ പെർ ടെക്നീഷ്യൻ കുറച്ച് ഏരിയ വരത്തുള്ളൂ. വിച്ച് മീൻസ് അവർക്ക് നോർമലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സ്ക്വാട്ടിംഗ് പൊസിഷനിൽ നിന്ന് മാറി റിലാക്സ് ആയി നിൽക്കാം. നമ്മൾ ഒരുപാട് നേരം സ്ക്വാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ബാധിക്കും, നമ്മുടെ വർക്കിന്റെ ഫിനിഷിങ്ങിനെ ബാധിക്കും, വർക്കിലുള്ള നമ്മുടെ ഫോക്കസിനെ ബാധിക്കും. അപ്പം ആദ്യത്തെ കാര്യം, കൂടുതൽ ആൾക്കാർ വെച്ച് വേണം കൂടുതൽ ഏരിയ കവർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഈ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് സ്കിൽഡ് വർക്കർ അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി റിലാക്സ് ചെയ്യും. അതായത് അവർ കെയർലെസ് ആവും, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് അവരെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അന്നേരം പറ്റുന്ന പ്രശ്നമാണ് ഈ ഇപ്പോക്സിയുടെ ഒരു നേരിയ ലെയർ ഈ ലൈൻസിന് ചുറ്റും ബാലൻസ് കിടക്കും. അതായത് വാഷ് ചെയ്ത് എടുക്കുമ്പോൾ അവർക്കത് കറക്റ്റായിട്ട് ഫുള്ളി വാഷ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. സ്കിൽ ലേബേഴ്സിന് വിരൽ വെച്ച് ടച്ച് ചെയ്യുമ്പോൾ അറിയാം ടൈലിന്റെ സർഫേസ് എത്തിയോ അതോ ടൈലിന്റെ പുറത്ത് ഒരു ചെറിയ ഫിലിം ഇപ്പോക്സി ഉണ്ടോ. പക്ഷെ അൺസ്കിൽഡ് വർക്കേഴ്സിന് അത് അറിയത്തില്ല. സോ ഈ ഇപ്പോക്സി അവിടെ കിടക്കും. ഇപ്പോക്സി റെസിനും ഇപ്പോക്സി ഹാർഡനറും മിക്സ് ആയി കഴിഞ്ഞാൽ അതിനൊരു പശയുടെ നേച്ചറാണ്. വിച്ച് മീൻസ് ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും ഇതിന്റെ ആ പശപ്പ് വെള്ളം നനഞ്ഞ്, കാരണം ഇത് ഫുള്ളി സെറ്റ് ആവത്തില്ല, ആ പശപ്പോടെ ട്രാൻസ്ലൂസന്റ് ആയിട്ട്, അതായത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ടൈലിന്റെ കളർ തന്നെ ആയിരിക്കും, പക്ഷെ ഒരു നേരിയ ലെയർ ഇപ്പോക്സിയുടെ അതിന്റെ പുറത്ത് കാണും. ഇത് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അഴുക്ക് പിടിക്കാൻ തുടങ്ങും. അഴുക്ക് പിടിച്ച് ഇതിന്റെ കളർ ചെളിയുടെ കളറായി വരുമ്പോഴായിരിക്കും നമ്മൾ ആക്ച്വലി ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് ദാറ്റ് ഇത് ഇപ്പോക്സി ഹേസ് ആണ്. അപ്പോഴും കസ്റ്റമേഴ്സ് ആദ്യം വിചാരിക്കുന്നത് ഇത് ടൈലിന്റെ പ്രശ്നമാണെന്ന്. അവർ ഉടനെ ടൈലുകാരെ വിളിപ്പിക്കും, ടൈലുകാർ വന്ന് നോക്കും, ടൈലുകാരും കാണുമ്പോൾ വിശ്വസിക്കും അത് അവരുടെ പ്രശ്നമാണ്. പിന്നെ കുറെ കഴിഞ്ഞ് ഏതെങ്കിലും കുറച്ചുകൂടെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആൾ വരുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത് ഇത് ടൈലിന്റെ പ്രശ്നമല്ല, ഇത് ഇപ്പോക്സിയുടെ പ്രശ്നമാണ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് MYK ലാറ്റിക്രേറ്റിന്റെ ക്ലെൻസ EG എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. MRP തന്നെ 3000 രൂപയ്ക്ക് അടുത്തുണ്ട്, അല്ലെ 3000 രൂപ പ്ലസ് ഉണ്ട്. വളരെ എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് ആക്ച്വലി വളരെ ഹാർഷ് കെമിക്കലാണ്. ഹാർഷ് കെമിക്കൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ചീപ്പർ വെർഷൻ എന്ന് പറഞ്ഞാൽ ഒരു 80% ഫോർമിക് ആസിഡ് അല്ലെങ്കിൽ 80% സൾഫ്യൂരിക് ആസിഡ് അതുപോലത്തെ സ്ട്രോങ് ആസിഡ്സ് ആണ്. പക്ഷേ ഇതിന് ആ ആസിഡിന്റെ ഡേഞ്ചറസ്നെസ് ഇതിനില്ല. പക്ഷെ എന്നാലും ആസിഡിന്റെ ഒരു ഇറിറ്റേഷൻ ഇതിന് വന്നേക്കാം. ഇൻ കേസ് നിങ്ങൾ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ സ്കിൽഡ് ലേബർ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഗ്ലൗസ് ഇട്ടേ ഉപയോഗിക്കാവും. ഓൾദോ സേഫ് ആണ്, പക്ഷെ എന്നാലും ഒരു അഡീഷണൽ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ അലർജിന്ന് അല്ലെങ്കിൽ
നമ്മുടെ ക്യൂട്ടിക്കൽസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഉപയോഗിക്കുന്നതല്ല. സോ ബേസിക്കലി ഈ പ്രൊഡക്റ്റ് എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഫ്ലോറിൽ എപ്പോക്സി ഹേസ് ഉണ്ടെങ്കിൽ ഇതിന് അപ്പോക്സിയെ ഉരുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിന്റെ ആക്ച്വൽ യൂസ് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇട്ട ലൈൻ ബ്ലാക്ക് ആണ്, പക്ഷെ നമുക്ക് ബ്ലാക്ക് ലൈൻ ഇഷ്ടപ്പെട്ടില്ല, ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇത് ബ്ലാക്ക് വേണ്ട, നമുക്കൊരു ഗ്രേ കളർ മതി. അപ്പൊ ഈ ഇട്ട എപ്പോക്സി എങ്ങനെ ഇളക്കാൻ പറ്റും? ആ ഇപ്പോക്സി ഇളക്കുന്ന പ്രൊഡക്റ്റ് ആണ് ക്ലെൻസ EG, അല്ലാതെ ക്ലീനിങ് അല്ല. അപ്പൊ ക്ലീനിങ് ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ്. അപ്പൊ നമുക്ക് ഇത് എപ്പോക്സി ഇളക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി എപ്പോക്സി ക്ലീൻ ചെയ്യാനും പറ്റും. അപ്പോൾ എപ്പോക്സി ഹേസ് ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി കോട്ടൺ വേസ്റ്റിനകത്ത് ഈ പ്രൊഡക്റ്റ് മിക്സ് ചെയ്ത് ഡിറ്റർജന്റുമായിട്ട് ചേർത്ത് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ ചെയ്യരുത്, എപ്പോഴും ഒരു സ്കിൽഡ് വർക്കറിനെ വിളിപ്പിക്കണം, അവരിത് നൈസായിട്ട് ചെയ്തു തരും. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, കണ്ടു നോക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പക്ഷേ ഈ പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇത് കൊണ്ടുവന്നത്. MYK ലാറ്റിഗ്രേറ്റിനല്ല, എല്ലാ കമ്പനിക്കും ഈ പ്രൊഡക്റ്റ് ഉണ്ട്. ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കമ്പനി എക്സിക്യൂട്ടീവ്സിനെ വിളിച്ചാൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് അതിന്റെ പറഞ്ഞു തരും. പക്ഷേ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ എപ്പോക്സി വൃത്തികേടായി നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്രൊഡക്റ്റുമായിട്ട് ഒരു ടെക്നീഷ്യനെ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വിടാൻ പറ്റും. ഈ താഴെ പറയുന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി. എന്ത് സഹായം ആവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യും. ഈ വീഡിയോ കണ്ടു നിന്നതിന് വളരെയധികം നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ഓണം അടുത്ത് വരെയാണ്, ഓണം പർച്ചേസ് കൂടി വരെയാണ്, ഡിസ്കൗണ്ടും കൂടി വരുവാണ്. നല്ല പ്രൈസ്, നല്ല ഡീൽസിന് വേണ്ടിയിട്ട് ഉടനെ AV ടൈൽസ് ആൻഡ് സാനിറ്ററിയെ ബന്ധപ്പെടുക. സാനിറ്ററി സെക്ഷന്റെ വീഡിയോസ് ഉടനെ വരുന്നുണ്ട്, അതിനും കാത്തിരിക്കുക.